സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ നവമോധ്യായഃ. ഭഗവാന്റെ ബാലലീലകളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഉലൂഖല ബന്ധനമാണ്. ഭഗവാന് ദാമോദരൻ എന്ന പേര് കിട്ടിയത് എങ്ങനെയാണ്? അതിനെ സംബന്ധിച്ച ഒരു സംഭവം ആണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുക ഉവാച ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. പദച്ഛേദം. ഏകദാ ഗൃഹദാസീഷു യശോദ നന്ദഗേഹിനി കർമ്മ അന്തര നിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. അന്വയാർത്ഥം നോക്കാം. ഏകത ഒരിക്കൽ, ഗൃഹദാസീഷു വീട്ടിലുള്ള ദാസികൾ, കർമാന്തര നിയുക്താസു അന്യജോലികളിൽ നിയോഗിക്കപ്പെട്ടിരുന്ന അവസരത്തിൽ, അതായത് യശോദയുടെ ദാസിമാര് മറ്റു ജോലികളിൽ വ്യാപൃതരായിരുന്നപ്പോൾ, നന്ദഗേഹിനി നന്ദന്റെ ഭാര്യ യശോദ സ്വയം താൻ തന്നെ ദതി തൈർ നിർമ്മമന്ധ തൈർ കടഞ്ഞു, മഥനം ചെയ്തു നിർമ്മമന്ധ. അപ്പോൾ ദാസിമാർ മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ അന്നത്തെ ദിവസം യശോദ തന്നെ സ്വയം തൈർ കടയാം എന്ന് തീരുമാനിച്ചു തൈർ കടയാൻ തുടങ്ങി. അപ്പോൾ ഭഗവാന് 3ാമത്തെ വയസ്സ് ആരംഭിച്ച സമയമാണ്. കാർത്തിക മാസത്തിലെ ഒരു ദിവസമാണ്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തര നിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. ശ്ലോകം 2. യാനി യാനീഹ ഗീതാനി തദ്ബാലചരിതാനി ച ദധി നിർമ്മന്ധനെ കാലേ സ്മരന്തി താന്യഗായതാം. യാനി ഇഹ ഗീതാനി തദ്ബാലചരിതാനി ച ദധി നിർമ്മന്ധനെ കാലേ സ്മരന്തി താനി അഗായത. അപ്പോൾ തൈർ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യശോദ എന്ത് ചെയ്യും? പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്ത് പാട്ടാണ്? തൻ്റെ മകൻ ചെയ്ത കൃത്യങ്ങൾ, മകൻ ചെയ്ത ബാലലീലകൾ, അതായത് ശകടാസുരനെ വധിച്ചതും പൂതനയ്ക്ക് മോക്ഷം കൊടുത്തതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യശോദ തന്നെ ഉണ്ടാക്കി അങ്ങ് പാടുകയാണ്. തൻ്റെ മകനെ കുറിച്ച് തന്നെ, മകന്റെ ലീലകൾ അവയെല്ലാം കണ്ടനുഭവിച്ച യശോദ അതിനെക്കുറിച്ച് തന്നെ സ്വയം പാട്ടുകൾ ഉണ്ടായി അങ്ങ് പാടുകയാണ്. അപ്പോൾ പുത്രഭാവത്തിലല്ല, ആ പുത്രനിൽ ഭക്തി ഉറച്ച്, അതായത് ഭഗവാൻ ഇങ്ങനെയൊക്കെ, പുത്രന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പുത്രന്റെ മാഹാത്മ്യത്തെ പാടുകയാണ് യശോദ. യാനീഹ ഗീതാനി, യാതൊരു വിധത്തിൽ തത് ബാലചരിതാനി, ആ ബാലന്റെ ചരിതങ്ങൾ, തൻ്റെ മകന്റെ ആ ചരിതങ്ങൾ, ബാലലീലകൾ, ഇഹ ഇപ്പോൾ ഗീതാനി കീർത്തിക്കപ്പെട്ടിരിക്കുന്നു, താനി അവയെ ദധി നിർമ്മന്ധനേ കാലേ തൈർ കടയുന്ന കാലത്ത്
സ്മരന്തി ഓർമ്മിക്കുന്നവളായിട്ട് അഗായത പാടി. അപ്പോൾ തൈർ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മകൻ ചെയ്ത ആ ലീലകൾ, വീരകൃത്യങ്ങൾ എല്ലാം ഓർത്തോർത്ത് യശോദ പാടുകയാണ്. അപ്പോൾ ഇപ്പോഴും മധുരയിൽ, അതായത് ഭഗവാൻ ജനിച്ച മധുര എന്ന സ്ഥലത്ത് പുലർച്ചെ സമയത്ത് തൈർ കടയുമ്പോൾ സ്ത്രീകൾ ശ്രീകൃഷ്ണ ലീലകൾ കീർത്തനം ചെയ്യുക പതിവുണ്ട്. ശ്ലോകം 2. യാനി യാനീഹ ഗീതാനി തദ്ബാലചരിതാനി ച ഗതിർനിർമന്ധനേ കാലേ സ്മരന്തി താന്യഗായതാം. ശ്ലോകം 3. ക്ഷൗമം വാസ പൃഥുകടിതടേ വിപ്രതി സൂത്രനദ്ധം പുത്രസ്നേഹ സ്നുതകുജയുഗം ജാതകമ്പം ച ശുഭ്രോ രജ്വാകർഷ ശ്രമഭുജലത് കങ്കണൗ കുണ്ടലേ ച സിന്നം വക്രം കപരവികളത് മാലതീ നിർമ്മമന്ധ. ക്ഷൗമം വാസഃ പൃഥുകടിതടേ വിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹ സ്നുത കുജയുഗം ജാതകമ്പം ച ശുഭ്രുഃ രജ്വാകർഷ ശ്രമഭുജലത് കങ്കണൗ കുണ്ടലേ ച സിന്നം വക്രം കപര വികളത് മാലതി നിർമ്മമന്ധ. പൃഥുകടിതടേ, അതായത് വിശാലമായ ആ കടിപ്രദേശം, സൂത്രനഥ അരഞ്ഞാണം കൊണ്ട് ബന്ധിക്കപ്പെട്ട ക്ഷൗമം വാസ നല്ല വസ്ത്രം ശുഭ്രവസ്ത്രത്തെയും ജാതകമ്പം ഇളക്കത്തോടു കൂടിയതും പുത്രസ്നേഹസ്നുത കുജയുഗം പുത്രസ്നേഹം നിമിത്തം പാലൊഴുകുന്നതുമായ ആ സ്ഥലത്തോടും രജ്വാകർഷ ശ്രമഭുജ ചലത്കങ്കണവും കയർ വലിക്കുന്ന വ്യാപാരത്തെ നിവർത്തിക്കുന്ന കൈകളിൽ ഇളകിക്കൊണ്ട് കിടക്കുന്ന വളകളെയും, അതായത് തൈർ കടയുന്ന രീതിയാണ് പറയുന്നത്. തൈർ കടയുമ്പോൾ തൈർ കടയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക, അത് 2 കൈ കൊണ്ടാണ് കടയുന്നത്. അപ്പോൾ ഇതിൽ മത്തിൽ കയർ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. അപ്പോഴെന്ത് ചെയ്യും? ഈ കയ്യിലുള്ള വളകൾ കിടന്ന് കിലുങ്ങും, അതുപോലെ ആഭരണങ്ങൾ കിലുങ്ങും, മുടിയാടിയോലയും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രജ്വാകർഷ ശ്രമഭുജ ചലത് കങ്കണം, കയർ വലിക്കുന്ന വ്യാപാരത്തെ നിവർത്തിക്കുന്ന കൈകളിൽ ഇളകിക്കൊണ്ട് കിടക്കുന്ന വള. അപ്പോൾ കയറിങ്ങനെ വലിച്ച് ആ തൈര് കടയുമ്പോൾ എന്തു ചെയ്യും? വളകൾ കിടന്ന് കിലുങ്ങും. കുണ്ടലം കർണാഭരണങ്ങൾ കിടന്ന് ആടും. പണ്ടുള്ളവരൊക്കെ വലിയ വലിയ കുണ്ടലമാണ് ഇടുന്നത്. സിന്നം വിയർപ്പുള്ളതായ വക്രം, മുഖത്തെയും വിഭ്രതി ഭരിച്ചുകൊണ്ടിരിക്കുന്നവളും കബരവികളത് മാലതി തലമുടിയിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന മല്ലിക പൂക്കളോട് കൂടിയവളുമായ. അപ്പോൾ ഇങ്ങനെ ആഞ്ഞ് തൈർ കടയുമ്പോൾ എന്ത് ചെയ്യും? വളകൾ കിലുങ്ങും, കുണ്ടലങ്ങൾ കിലുങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. പിന്നെ തലയിൽ വച്ചിരിക്കുന്ന പൂക്കളൊക്കെ ചിലപ്പോൾ അതിൽ നിന്ന് ഇളകിയൊക്കെ വീഴും, കൊഴിഞ്ഞൊക്കെ വീഴും. സുബ്രു അങ്ങനെയുള്ള സുന്ദരി നിർമ്മമന്ധ മഥനം ചെയ്തു. അപ്പോൾ ആ മഥനം ചെയ്യുമ്പോഴുള്ള ആ ഭംഗിയാണ് ഇവിടെ വിവരിക്കുന്നത്. വിപുലമായ വിസ്താരമായ കടിപ്രദേശമാണ്. നല്ല വസ്ത്രം ധരിച്ച് അതിന് മുകളിൽ അരഞ്ഞാണമൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പുത്രൻ്റെ ഉള്ള സ്നേഹവാത്സല്യം കൊണ്ട് ആ മുലയിൽ നിന്ന് പാല് ചുരന്നൊഴുകുന്നുണ്ട്. തൈർ കടയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ വളകൾ കിലുങ്ങും, കുണ്ടലങ്ങൾ ആടും. പിന്നെ തലയിലുള്ള പൂക്കളെല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞു വീഴും. വിയർപ്പ് തുള്ളികൾ മുഖത്തു നിന്ന് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഉള്ള അവസ്ഥാവിശേഷത്താൽ അതിസുന്ദരിയായ യശോദ തൈർ കടഞ്ഞുകൊണ്ടിരുന്നു. ഈ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ക്ഷൗമം വാസ പൃഥുകടിതടേ വിഭ്രതി സൂത്രനദ്ധം
പുത്രസ്നേഹസ്നുതകുജയുഗം ജാത കമ്പം ച ശുഭ്രോ രജ്വാകർഷ ശമഭുജചല കങ്കണൗ കുണ്ടലേ ച സിന്നം വക്ത്രം കപരവികളൻ മാലതീ നിർമ്മമന്ധ. ശ്ലോകം 4. താം സ്തന്യകാമ ആസാദ്യ മഗ്നന്ദീം ജനനീം ഹരീം ഗൃഹീത്വാ ദതിമന്ധാനം നിഷേധത് പ്രീതിം ആവഹൻ. താം സ്തന്യകാമഃ ആസാദ്യ മഥ്നന്തീം ജനനീം ഹരിഃ ഗൃഹീത്വാ ദധിമന്ധാനം നിഷേധത് പ്രീതിം ആവഹൻ. മഥ്നന്തി മഥനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനനി മാതാവായ താം അവളെ യശോദയെ സ്തന്യകാമ മുലപ്പാൽ ആഗ്രഹിക്കുന്നവനായ ഹരിഹി ഭഗവാൻ കൃഷ്ണൻ ആസാദ്യ പ്രാപിച്ചു. അപ്പോൾ തയർ കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യശോദ. ഉടനെ തന്നെ പാല് കുടിക്കണമെന്ന് കൊതി തോന്നിയ കൃഷ്ണൻ എന്ത് ചെയ്തു? യശോദയുടെ അടുത്ത് ചെന്നിട്ട് ദതിമന്ധാനം കടക്കോലിനെ ഗൃഹീത്ത കടക്കോലിനെയൊക്കെ പിടിച്ച് അങ്ങോട്ട് വലിച്ചിട്ടിട്ട് പ്രീതിയെ ആവഹൻ ഏറ്റവും വർദ്ധിപ്പിക്കുന്നവനായിട്ട് നിഷേധിച്ചു. അമ്മയെ കടയാൻ സമ്മതിച്ചില്ല. കടക്കോലിനൊക്കെ പിടിച്ച് വലിച്ചിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് മടിയില് അങ്ങ് കയറിയിരിക്കുകയാണ്. അമ്മയെ അവിടെ ആ കടയുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയാണ്. തടസ്സപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? പാല് കുടിക്കാൻ കൊതി തോന്നി. അപ്പൊ പെട്ടെന്ന് അമ്മയുടെ മടിയിൽ കയറിയിരിക്കാനുള്ള ശ്രമമാണ്. ശ്ലോകം 4. താം സ്തന്യകാമ ആസാദ്യ മഥ്നന്തീം ജനനീം ഹരിഃ ഗൃഹീത്വാ ദതിമന്ധാനം നിഷേധത് പ്രീതിമാവഹൻ. ശ്ലോകം 5. തമ്മംഗമാരൂഢമപായതസ്തനം സ്നേഹസ്നുതം സസ്മിതമീക്ഷതി മുഖം അതൃപ്തമുത്സൃജ്യ ജവേന സായയൗ ഉത്സിച്യമാനേ പയസി തു അധിശ്രിതേ. പദച്ഛേദം നോക്കാം. തം അംഗം ആരൂഢം അപായയത് സ്തനം സ്നേഹസ്നുതം സസ്മിതം ഈക്ഷതി മുഖം അതൃപ്തം ഉത്സൃജ്യ ജവേന സാ യയൗ. യയൗ എന്നാണ്. യയാവ് ഉത്സിച്യമാനേ. യയൗ ഉത്സിച്യമാനേ പയസി തു അധിശ്രിതേ. അംഗം മടിയിൽ ആരൂഢം കയറിയിരുന്ന തം അവനെ. ഇപ്പൊ പാൽ കുടിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ യശോദയുടെ മടിയിൽ കയറിയിരുന്നു. സസ്മിതം മന്ദഹാസത്തോടു കൂടിയ മുഖത്തെ ഈക്ഷതി നോക്കിക്കൊണ്ട് സ്നേഹസ്നുതം സ്നേഹത്താൽ പാലൊഴുക്കിക്കൊണ്ടിരുന്ന സ്തനം മുലയെ അപായ കുടിപ്പിച്ചു. ഇപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ തന്നെ സ്നേഹത്താൽ മുല ചുരന്നു, പാലൊഴുകയായിരുന്നു. കണ്ണൻ വന്ന് ഓടിയിരുന്നപ്പോൾ യശോദ എന്താണ്? ആ മുഖത്തെ നോക്കിക്കൊണ്ട് സ്നേഹത്താൽ പാലൊഴുകിക്കൊണ്ടിരുന്ന മുലയെ അവനെ കണ്ണനെ കുടിപ്പിച്ചു. അതിശ്രുതേ. അപ്പോഴാണ് യശോദ ഓർമ്മിച്ചത്. അതിശ്രുതേ അടുപ്പിൽ വച്ചിരുന്ന പയസി പാൽ ഉത്സിച്യമാനെ പൊങ്ങിപ്പോവുകയാണ്. അപ്പോൾ പാല് പൊങ്ങുന്ന ശബ്ദവും മണമൊക്കെ കേട്ടു. അപ്പോൾ എന്ത് ചെയ്തു? പൊങ്ങിപ്പോകുമ്പോൾ അതൃപ്തം തൃപ്തി വരാതാകുന്ന പുത്രനെ. അപ്പോൾ പാല് അടുപ്പത്തിരുന്ന് പൊങ്ങുകയാണ്. അപ്പോൾ യശോദ എന്ത് ചെയ്തു? പെട്ടെന്ന് കുട്ടിയെ എടുത്ത് തറയിൽ നിർത്തിയിട്ട് ആ അടുക്കളയിലേക്ക് ഓടി. അപ്പോൾ കുട്ടിക്ക് പാല് കുടിച്ച് തൃപ്തി വന്നില്ല, രസം പിടിച്ചു വന്നതാണ്. അതൃപ്തം തൃപ്തവാനാവാതിരുന്ന പുത്രനെ ഉത്സൃജ്യ എടുത്ത് തറയിലിരുത്തിയിട്ട് ഉപേക്ഷിച്ചിട്ട്, ഉത്സൃജ്യ എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചിട്ട്, ഇവിടെയാണെങ്കിലോ മടിയിൽ നിന്നും താഴെ ഇറക്കിയിട്ട് അവൾ ജവേന വേഗത്തിൽ യയൗ പോയി, അടുക്കളയിലേക്ക് പോയി.
അപ്പൊ സന്തോഷിച്ച് പുഞ്ചിരിയോടുകൂടി പാല് കുടിച്ചുകൊണ്ടിരുന്ന കണ്ണനെ എന്ത് ചെയ്തു? അടുക്കളയിൽ പാല് തിളച്ചു പൊങ്ങി എന്നുള്ള ഒരു കാരണത്താൽ യശോദ തറയിൽ പിടിച്ചിരുത്തിയിട്ട് വേഗം പോയി. ശ്ലോകം 5 തമംഗമാരൂഢ അപായസ്തനം സ്നേഹസ്നുതം സസ്മിതമീക്ഷതി മുഖം അതൃപ്തമുത്സൃജ്യ ജവേന സായയോ ഉത്സിച്യമാനേ പയസിത്വ അധിശ്രുതേ. ശ്ലോകം 6 സഞ്ജാതകോപസ്ഫുരിതാരുണാധരം സന്ദശ്യ ദധിമന്ധഭാജനം ഭിത്വാമൃഷാശ്രു ദൃഷത് അശമനാ രഹോ ജഹാസഹയ്യംഗവം അന്തരം ഗതഃ. പദച്ഛേദം. സഞ്ജാതകോപഃ സ്ഫുരിത അരുണാധരം സന്ദശ്യ ദധിമന്ധഭാജനം ഭിത്വാ അമൃഷ അശ്രുഹു ഭിത്വാമൃഷാശ്രു ദൃഷത് ദൃഷദശ്മന രഹഃ ജഘാസ ഹയ്യംഗവം അന്തരം ഗതഃ. സഞ്ജാതകോപഃ. അപ്പോ കൃഷ്ണൻ എന്ത് ചെയ്തു? കുട്ടിക്ക് ഭയങ്കര ദേഷ്യമായി. പാല് കുടിച്ച് രസിച്ചു വന്നതാണ്. പെട്ടെന്ന് വിടുവിച്ച് അവിടെ നിർത്തിയപ്പോൾ കോപിച്ച് സ്ഫുരിത അരുണാധരം, ചുണ്ടൊക്കെ ചുവന്ന്, ദധ്വി പല്ലുകൊണ്ട് കടിച്ചു, സന്ദശ്യ അമർത്തി, ദധ്വിഹി എന്ന് വെച്ചാൽ പല്ലുകൾ കൊണ്ട്, സന്ദശ്യ അമർത്തി കടിച്ചിട്ട്, അമൃഷ്യാശ്രു യഥാർത്ഥമായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട്, ദധിമന്ധ ഭാജനം തൈർപാത്രത്തെ, ദൃഷത് അശ്മന കല്ലുകൊണ്ടുള്ള കളിക്കോപ്പ് കൊണ്ട് ഭിത്വ ഉടച്ചിട്ട്, രഹഃ ഏകാന്തത്തിൽ, അന്തരം ഗൃഹമധ്യത്തെ, ഗതഃ പ്രവേശിച്ചവനായി, ഹയ്യംഗവം തലേനാൾ കടഞ്ഞെടുത്ത വെണ്ണയെ, ജഘാസ ഭക്ഷിച്ചു. അപ്പൊ ദേഷ്യം വന്നു. തൃപ്തി വരുന്നതിന് മുമ്പേ തന്നെ ഇറക്കി വിട്ടിട്ട് അമ്മ പോയതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ കിടന്ന ഒരു കല്ലുകൊണ്ടുള്ള ഒരു കളിപ്പാട്ടം എടുത്ത് ഇതിനെ തൈർ കലത്തിനെ അടിച്ച് പൊട്ടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് തലേനാൾ കടഞ്ഞു വച്ചിരുന്ന വെണ്ണ എടുത്ത് തിന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അടുത്ത് യശോദ വരുന്നത്. ശ്ലോകം നോക്കാം. ശ്ലോകം 6 സഞ്ജാതകോപസ്ഫുരിതാരുണാധരം സന്ദശ്യ ദധിമന്ധഭാജനം ഭിത്വാമൃഷാശ്രു ദൃഷദശമനാരഹോ ജഗാസഹയ്യംഗവമന്തരം ഗതഃ. ശ്ലോകം 7 ഉത്താര്യ ഗോപീ ശുശ്രുതം പയഃപുനാ പ്രവിശ്യ സംദൃശ്യ ച ദധ്യമന്ത്രകം ഭഗ്നം വിലോക്യ സുസുതസ്യ കർമ്മത ജഹാസതം ചാപിന തത്ര പശ്യതി. പദച്ഛേദം. ഉത്താര്യ ഗോപി സുശ്രുതം പയഃ പുനഃ പ്രവിശ്യ സംദൃശ്യ ച ദധി അമന്ത്രകം ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മ തത് ജഹാസ തം ചാപി ന തത്ര പശ്യതി. സുശ്രുതം തിളച്ചു പാകം വന്നതായ പയഃ പാലിനെ ഉത്താര്യ മുകളിൽ എടുത്തു വച്ചിട്ട് പുനഃ പിന്നെ ഗോപി യശോദ പ്രവേശിച്ചിട്ട് ദധി അമന്ത്രകം തൈർപാത്രത്തെ ഭഗ്നം ഉടഞ്ഞതായി സംദൃശ്യ. അപ്പോ യശോദ എന്ത് ചെയ്തു? അടുക്കളയിൽ പാല് തിളച്ചതായി കണ്ട് അടുക്കളയിലേക്ക് പോയി ആ പാൽപാത്രം ഇറക്കി വച്ചിട്ട് പുനഃ പിന്നീട് തൈർ കലക്കിക്കൊണ്ടിരുന്ന ആ സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ തൈര് മഥനം ചെയ്തുകൊണ്ടിരുന്ന കടഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് വന്നു നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ദധി അമന്ത്രകം തൈർപാത്രത്തെ ഭഗ്നം
ഉടഞ്ഞതായി സംദൃശ്യ കണ്ടിട്ട് സ്വസുതസ്യ തൻ്റെ പുത്രന്റെ കർമ്മ പ്രവൃത്തിയെ വിലോക്യ കണ്ടിട്ടും തം ചാപി അവനെ തത്ര അവിടത്തിൽ ന പശ്യതി കാണാത്തവളായിട്ടും ജഹാസ ഒന്ന് ചിരിച്ചു. അപ്പൊ നോക്കിയപ്പോ തൈർപാത്രം ഉടഞ്ഞു കിടക്കുന്നു, മകനെ അവിടെ കാണാനില്ല. അപ്പോൾ യശോദയ്ക്ക് ചിരി വന്നു. കാരണം എന്താണ്? എന്നെ പേടിച്ചവൻ എവിടെയോ ഓടിപ്പോയി എന്ന് യശോദ വിചാരിച്ചു. ശ്ലോകം ഒന്നൂടെ. ഉത്താര്യ ഗോപി സുശ്രുതം പയപ്പുന പ്രവിശ്യ സന്ദൃശ്യ ചദധ്യ അമന്ത്രകം ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മത ജഹാസതം ചാപിന തത്ര പശ്യതി. ശ്ലോകം 8. ഉലൂഖലാംഘ്രേരുപരിവ്യവസ്ഥിതം മർക്കായ കാമം ദതതം ശിചിസ്ഥിതം ഹയ്യംഗമം ചൗര്യ വിശങ്കിതേക്ഷണം നിരീക്ഷ്യ പശ്ചാത് സുതമാഗമശ്ചനൈ. ഉലൂഖല അംഗ്രേഹേ ഉപരി വ്യവസ്ഥിതം മർക്കായ കാമം ദതതം ശിചി സ്ഥിതം ഹയ്യംഗവം ചൗര്യ വിശങ്കിത ഈക്ഷണം വിശങ്കിതേക്ഷണം വിശങ്കിത ഈക്ഷണം നിരീക്ഷ്യ പശ്ചാത് സുതം ആഗമത് ശനൈഹി. ഉലൂഖലാംഗ്രേ ഉരലിന്റെ മുകളിൽ വ്യവസ്ഥിതം സുഖമായിരിക്കുന്നവനും. അതായത് ഇവിടെ ഗൃഹത്തിനുള്ളിൽ കടന്നിട്ട് എന്ത് ചെയ്തു? ഉറിയിൽ വച്ചിരുന്ന തലേനാളത്തെ വെണ്ണ എടുത്ത് ഭക്ഷിക്കുകയാണ്. അപ്പോൾ വെണ്ണ എടുക്കാൻ വേണ്ടി ഏതിൽ കയറണം? ഉറിയിലാണ് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ കിടന്ന ഉരലെടുത്തുകൊണ്ട് വന്നു. ഉലൂഖലം എന്ന് വെച്ചാൽ ഉരല്. ഉലൂഖലാംഗ്രേ ഉരൽക്കാലിന്റെ ഉപരി മുകളിൽ വ്യവസ്ഥിതം ഇരിക്കുന്നവനും. യശോദ നോക്കിയപ്പോൾ ഉരലിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ശിചി ഉറിയിൽ സ്ഥിതം ഇരിക്കുന്ന ഹയ്യംഗവം തലേനാളത്തെ വെണ്ണയെ മർക്കായ കുരങ്ങിനായിക്കൊണ്ട് കാമം യഥേഷ്ടം ദാതം ഇഷ്ടം പോലെ കുരങ്ങിനെടുത്ത് കൊടുക്കണം. താനും ആവശ്യമുള്ളത് തിന്നിട്ട് ബാക്കി എന്ത് ചെയ്തു? ഇഷ്ടം പോലെ കുരങ്ങിന് കൊടുക്കുന്നവനും. ചൗര്യ വിശങ്കിതേക്ഷണം ചൗര്യം കൊണ്ട് ചൗര്യം എന്ന് വെച്ചാൽ കള്ളത്തനം കാണിച്ച് ശങ്കിക്കപ്പെട്ട മുഖത്തോടു കൂടി. അപ്പൊ കള്ളം കാണിക്കുകയാണ്, അതുകൊണ്ട് എല്ലായിടും ഇങ്ങനെ പരപരാ നോക്കുകയാണ്. അതാണ് ചൗര്യം കൊണ്ട് ശങ്കിക്കപ്പെട്ട മുഖം. സുത പുത്രനെ നിരീക്ഷ കണ്ടിട്ട് പശ്ചാത് പിൻഭാഗത്തോടുകൂടി ശനൈഹി മെല്ലെ വന്നു. അപ്പൊ കുട്ടി കാണാതെ പതുക്കെ യശോദ എന്ത് ചെയ്തു? പിറകു ഭാഗത്തൂടെ പോയി ചെന്ന് പിടിക്കാൻ വേണ്ടി. അപ്പൊ ഉരനിന്റെ പുറത്ത് കയറിയെന്ന് ഉറിയുന്നുള്ള തലേ ദിവസം വെണ്ണ എടുത്ത് കുറെ തിന്നിട്ട് ബാക്കി എന്ത് ചെയ്തു? കുരങ്ങന്മാർക്ക് വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ താൻ ചെയ്യുന്ന കളവ് കണ്ടുകൊണ്ട് അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഇടയ്ക്ക് കണ്ണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുമുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആ പുത്രനെയാണ് യശോദ കണ്ടത്. അപ്പൊ താൻ വരുന്നു എന്നറിയുമ്പോൾ ഓടിപ്പോകുമല്ലോ. അറിയാതിരിക്കാൻ യശോദ എന്ത് ചെയ്തു? പിൻഭാഗത്തു കൂടെ പതുക്കെ ചെന്നു. ശ്ലോകം 8. ഉലൂഖലാംഗ്രേർ ഉപരിവ്യവസ്ഥിതം മർക്കായ കാമം ദതതം ശിചിസ്ഥിതം അയ്യംഗവം ചൗര്യ വിശങ്കിതേക്ഷണം നിരീക്ഷ്യ പശ്ചാത് സുതമാഗമശ്ചനൈഹി. ശ്ലോകം 9. താമാത്തയഷ്ടിം പ്രസമീക്ഷ്യ സത്വര സ്തതോവരുഹ്യ അപസസാര ഭീതിവത് ഗോപ്യന്യുധാവൻ നയം ആപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഃ. പദച്ഛേദം. തം ആത്തയഷ്ടിം പ്രസമീക്ഷ്യ സത്വരഃ
തതഃ അവരുഹ്യ അപസസാര ഭീതിവത് ഗോപി അന്വധാവൻ ന യം ആപ യോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസ ഈരിതം മനഃ. ആത്തയഷ്ടിം ഗ്രഹിക്കപ്പെട്ട വടിയോടുകൂടി. അപ്പൊ യശോദ എന്ത് ചെയ്തു? പെട്ടെന്ന് ഒരു വടി കയ്യിലെടുത്തു. താം അവളെ പ്രസമീക്ഷ കണ്ടിട്ട് സത്വരഹ വേഗത്തിൽ തതഹ അതിൽ നിന്ന് അവരുഹ്യ ഉരലിന്റെ മുകളിലല്ലേ കയറി നിന്നത്. യശോദയെ കണ്ടതും പെട്ടെന്നിറങ്ങി ഭീതിവത് പേടിച്ചവനെ പോലെ അപസസാര ഓടി. യശോദയെ കണ്ടതും വടിയെടുത്തുകൊണ്ട് വരികയാണ്, പേടിച്ചോടുകയാണ്. തപസ്സുകൊണ്ട് ഈരിതം പ്രേരിപ്പിക്കപ്പെട്ടതും പ്രവേഷ്ടും പ്രവേശിക്കാനായിക്കൊണ്ട് ക്ഷമം യോഗ്യവുമായ യോഗിനാം യോഗികളുടെ മനഃ മനസ്സിനെ യം യാതൊരുവനെ നാപ പ്രാപിച്ചില്ലയോ. അപ്പോൾ യോഗികൾ തപസ് ചെയ്ത് തൻ്റെ മനസ്സിൽ ആ ഭഗവാനെ ഉറപ്പിക്കാൻ നോക്കുകയാണ്. അവരുടെ മനസ്സിൽ ആ ഏതൊരു ഭഗവാൻ പ്രാപിച്ചില്ലയോ തം അവനെ ഗോപി യശോദ അനുധാവനം ചെയ്തു, പുറകെ ഓടുകയാണ്. അപ്പം ഗോപിക യശോദ ആ കണ്ണന്റെ പിറകെ ഓടുകയാണ്. എന്നാൽ യോഗികളോ തപസ് ചെയ്ത് ധ്യാനം ചെയ്ത് ആ ഭഗവാനെ ഉള്ളിൽ വരുത്താൻ നോക്കിയിട്ട് ആ യോഗികളുടെ ഉള്ളിൽ വരാത്ത ആ ഭഗവാന്റെ പിന്നില് ആരോടുന്നു? യശോദ ഓടുകയാണ്. അപ്പോ യോഗ്യമായ ആ യോഗികളുടെ മനസ്സിൽ കൂടി യാതൊരുവൻ പ്രാപിക്കാതിരുന്നുവോ ആ കൃഷ്ണൻ ഭഗവാൻ ഇതാ യശോദ ആ ഭഗവാന്റെ പിന്നാലെ ഓടുകയാണ്. അഹോ ഭാഗ്യം, അഹോ ഭാഗ്യം. അത് യശോദയുടെ ഭാഗ്യം തന്നെയാണ് ഈ ഭഗവാന്റെ പിറകെ ഓടാനൊക്കെ സാധിക്കുന്നത്. ശ്ലോകം 9. ആത്തയിഷ്ടിം പ്രസമീക്ഷ്യ സത്വര സ്തതോപരുഹ്യ അപസസാര ഭീതിവത് ഗോപ്യാനുധാവന്ന യമാപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഃ. ശ്ലോകം 10. അന്വഞ്ചമാന ജനനീ ബൃഹച്ചലത് ശോണീഭരാക്രാന്ത ഗതിസുമധ്യമാം ജവേന വിശ്രംസിത കേശബന്ധന ച്യുതപ്രസൂനാനുഗതി പരാമൃശ. അന്വഞ്ചമാന ജനനി ബൃഹത് ചലത് ശ്രോണീഭര ആക്രാന്ത ഗതി സുമധ്യമ ജവേന വിശ്രംസിത കേശബന്ധന ച്യുത പ്രസൂന അനുഗതി പരാമൃശത്. ജനനി മാതാവ് യശോദ അന്വഞ്ചമാന പിന്നാലെ ഭഗവാന്റെ പിന്നാലെ ഓടുന്നവളും ബൃഹച്ചലത് ക്ഷോണിപരാക്രാന്തഗതി തടിച്ചിളകിക്കൊണ്ടിരിക്കുന്ന കടിപ്രദേശം. യശോദ ഇത്തിരി വണ്ണമൊക്കെ ഉണ്ട്, ആ പിൻഭാഗമൊക്കെ ഇത്തിരി തടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓടുമ്പോൾ എന്ത് ചെയ്യും? പിൻഭാഗമൊക്കെ കിടന്ന് കുലുങ്ങും. അപ്പൊ അങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കടിപ്രദേശ നിമിത്തം ആക്രമിക്കപ്പെട്ട ഗമനത്തോടുകൂടി അപ്പൊ പെട്ടെന്ന് കണ്ണന്റെ പിറകെ ഓടാൻ സാധിച്ചില്ല. യശോദ ഇത്തിരി വണ്ണമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ കുലുങ്ങി ഓടയാണ്. സുമധ്യമ ശോഭനമായ മധ്യഭാഗത്തോടു കൂടിയവളായി. ജവേന വേഗം കൊണ്ട് വിശ്രംസിത കേശബന്ധുന ച്യുത പ്രസൂനാനുഗതി. വിശ്രംസിത വീണുപോയിരിക്കുന്നു. എന്താണ്? തലമുടിക്കെട്ടിൽ നിന്ന് കേശബന്ധന ച്യുതപ്രസൂന തലമുടിക്കെട്ടിൽ നിന്ന് വീണ പൂക്കളാൽ പിന്തുടരപ്പെട്ടവളായി. അതായത് ഓടുമ്പോൾ തലയിൽ പൂ ചൂടിയിരിക്കണം. ആ പൂക്കൾ ഓരോന്നായിട്ട് ഇളകി വീഴുകയാണ്. പിന്തുടരുന്നവളായിട്ട് പരാമർശം തൊട്ടു ഭഗവാനെ ചെന്ന് പിടിച്ചു. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഭഗവാന്റെ ആ പിറകെ ഇങ്ങനെ പുഷ്പവൃഷ്ടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നും. ഇങ്ങനെ പൂക്കൾ നിരന്ന് കിടക്കുകയാണ്. യശോദ ഓടിച്ചെന്ന് എന്ത് ചെയ്തു? ഭഗവാനെ പെട്ടെന്ന് ചെന്ന് പിടിക്കാൻ സാധിച്ചു. അപ്പൊ ഓടി നടന്ന് ആകെ ക്ഷീണിച്ചു. അതിനുശേഷമാണ് ഭഗവാനെ കിട്ടിയത്. അതായത് നമ്മൾ ഭഗവാനെ പിടിക്കാൻ പോയാൽ പെട്ടെന്നൊന്നും ഭഗവാനെ കിട്ടുകയില്ല. നമ്മുടെ മനസ്സിൽ ഭഗവാൻ വരണമെങ്കിൽ മനസ്സിലെ കാമക്രോധ മോഹാദികളെല്ലാം പോകണം.
അപ്പോൾ കുറച്ച് പ്രയത്നം വേണം എന്നുള്ളതാണ്. അപ്പോൾ യശോദയും ഓടി ഓടി തളർന്ന് അവസാനമാണ് ആ ഭഗവാനെ പിടികിട്ടിയത്. അപ്പോൾ മനസ്സ് ഏകാഗ്ര ആക്കാതിരുന്നാൽ ഭഗവാനെ ഒരിക്കലും നമുക്ക് പ്രാപിക്കാൻ സാധിക്കുകയില്ല. അന്വഞ്ചമാന ജനനീ ബൃഹച്ചലത് ശോണീഭരാക്രാന്ത ഗതിസുമധ്യമ ജവേന വിശ്രംസിത കേശബന്ധന ച്യുതപ്രസൂനാനുഗതി പരാമൃശ. ശ്ലോകം 11. കൃതാഗസന്തം പ്രരുദന്തമക്ഷിണീ കഷന്തമഞ്ച മഷിണീ സ്വപാണിന ഉദ്വീഷമാണം ഭയദ്വിഹ്വലേക്ഷണം ഹസ്തേ ഗൃഹീത്വാ ഭിഷയത്യവാഗരോത്. പദച്ഛേദം. കൃതാഗസം തം പ്രരുദന്തം അക്ഷിണി കഷന്തം അഞ്ചൻ മഷിണി. അഞ്ചൻ മഷിണി സ്വപാണിന ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം ഭയവിഹ്വല ഈക്ഷണം ഹസ്തേ ഗൃഹീത്വാ ഭിഷയന്തി അവാഗരുത്. കൃതാഗസം കുറ്റം ചെയ്തവനും. അപ്പോൾ അമ്മ പിടിച്ചപ്പോൾ മനസ്സിലായി താൻ കുറ്റം ചെയ്തവനാ. കുറ്റം ചെയ്തവനും അഞ്ചൻ മഷിണി വ്യാപിച്ച മഷിയോട്, അതായത് കണ്ണില് കൺമഷിയൊക്കെ എഴുതിയിരിക്കുകയാണ്. ഉടനെ കണ്ണിലൊക്കെ തിരുവി ആ കൺമഷിയൊക്കെ എല്ലായിടം വ്യാപിച്ചു. അങ്ങനെയുള്ള അക്ഷിണി കണ്ണുകളെ സ്വപാണിന തൻ്റെ കൈകൊണ്ട് കഷന്തം തിരുമുന്നതിന്. അപ്പോൾ കരച്ചിൽ വന്നെന്ന് കാണിക്കാൻ കൈകൊണ്ട് എന്ത് ചെയ്തു? കണ്ണിനെയൊക്കെ തിരുമ്മി. അപ്പോൾ കണ്ണിലുള്ള മഷി എല്ലായിടത്തും, കൺമഷി എല്ലായിടത്തുമായി. പ്രരുദന്തം എന്നിട്ട് കരഞ്ഞു. ഉദ്വീഷമാണ് എന്നിട്ട് മേൽപോട്ടും കീഴ്പോട്ടും ഒക്കെ നോക്കുകയാണ്. മേൽപോട്ട് നോക്കുന്നവനും ഭയവിഹ്വലേഷണ പേടി കൊണ്ട് അവശങ്ങളായ കണ്ണുകളോട് കൂടിയവനുമായ തം അവനെ ഹസ്തേ കയ്യിൽ ഗൃഹീത്വ പിടിച്ചിട്ട് ഭിഷയന്തി ഭയപ്പെടുന്നവളായിട്ട് അപാകരുത് ശകാരിച്ചു. ഭയപ്പെടുത്തുന്നവളായിട്ട് ശകാരിച്ചു. അതായത് കണ്ണനെ പിടികിട്ടിയല്ലോ, ഇവൻ എന്താണ് വേലകൾ കാണിച്ചിരിക്കുന്നതല്ലേ. തൈർകലം പൊട്ടിച്ചു. അതുപോലെ തലേ ദിവസം എണ്ണ എടുത്ത് കഴിച്ച മാത്രമല്ല അതിനെടുത്ത് കുരങ്ങുകൾക്കും കൂടെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇവൻ ശിക്ഷയ്ക്ക് അർഹനാണ് എന്നുള്ള രീതിയിൽ ഓടിച്ചെന്ന് പിടിച്ചപ്പോൾ കരഞ്ഞ് കണ്ണിനെയൊക്കെ തിരുകിയപ്പോൾ എന്ത് ചെയ്തു? കൺമഷിയൊക്കെ എല്ലാം പടർന്ന് അങ്ങനെ വന്നു. യശോദ എന്ത് ചെയ്തു? പിടിച്ച് ഭയപ്പെടുത്തുന്നത് പോലെ വലിച്ചു പിടിച്ച് ശകാരിക്കുകയാണ്. ശ്ലോകം ഒന്നുകൂടെ. കൃതാഗസന്തം പ്രരുദന്തം അക്ഷിണി കഷന്തം അഞ്ചന്മഷിണി സ്വപാണിന ഉദ്വീഷമാണം ഭയവിഹ്വലേക്ഷണം ഹസ്തേ ഗൃഹീത്വാ ഭിഷയന്തി അവാഗരോത്. ശ്ലോകം 12. തെക്ത്വാ ഇഷ്ടിം സുതം ഭീതം വിജ്ഞായാർഭകവത്സല യേഷാ കില തം ബദ്ധും ദാംനാദവീര്യ തെക്ത്വാ യഷ്ടിം സുതം ഭീതം വിജ്ഞായ അർഭകവത്സല യേഷ കില തം ബദ്ധും ദാംന അതദ്വീര്യ കോവിദ. അർഭകവത്സല കുട്ടിയിൽ സ്നേഹമുള്ള അവൾ സുതം പുത്രനെ ഭീതം ഭയപ്പെട്ടവനെന്ന് വിജ്ഞായ അറിഞ്ഞിട്ട്. അപ്പോൾ ഈ വടിയൊക്കെ കണ്ട് ശകാരിച്ചപ്പോൾ പേടിച്ചു പോയല്ലോ. ഇനി ഞാൻ കുട്ടികളുടെ കൂടെ കളിക്കാനൊന്നും വിടുകയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ശകാരിച്ചു. അപ്പം അയ്യോ കുട്ടി പേടിച്ചു പോയല്ലോ. അപ്പോൾ പുത്രം ഭീതം ഭയപ്പെട്ടവനെന്ന് വിജ്ഞായ അറിഞ്ഞിട്ട് യഷ്ടിം വടിയെ തെക്ത്വ ഉപേക്ഷിച്ചു. അപ്പോൾ കുട്ടി കിടന്ന് കരഞ്ഞ് പേടിച്ചു പോയി. അതുകൊണ്ട് യശോദ എന്ത് ചെയ്തു? വടിയെ ദൂരെ ഉപേക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതദ്വീര്യ കോവിത അവന്റെ ബലത്തെ അറിയാത്തവൾ. ഭഗവാന്റെ ബലത്തെ മാഹാത്മ്യത്തെ യശോദയ്ക്കുണ്ടോ? അറിയുന്നു. ഇത് ഭഗവാനെന്ന് അറിഞ്ഞൂടല്ലോ. തം അവനെ ദാംന കയർ കൊണ്ട് ബത്തും കെട്ടാനായി കൊണ്ട് ഈയേക്ഷ
ഇച്ഛിച്ചു. ഭഗവാന്റെ മഹത്വം അറിയാത്ത യശോദ ഈ ഭഗവാനെ എന്ത് ചെയ്തു? കയറുകൊണ്ട് ഇവനെ ഇപ്പം ഞാൻ കെട്ടിക്കളയാം. നേരത്തെ വിശ്വരൂപ ദർശനമൊക്കെ കാണിച്ചു കൊടുത്തതാണ്. അതൊക്കെ യശോദയുടെ ഓർമ്മയിൽ നിന്ന് ഭഗവാൻ മാച്ചു കളഞ്ഞു. അതുകൊണ്ട് യശോദയ്ക്ക് ഇപ്പം അതൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പൊ ഭഗവാന്റെ മഹത്വം അറിയാത്ത യശോദ എന്ത് ചെയ്തു? ഇവനെ ഇപ്പം എനിക്ക് കയർ കൊണ്ട് കിട്ടണം എന്ന് വിചാരിച്ചു. ശ്ലോകം 12. തെക്വായഷ്ടിം സുതം ഭീതം വിജ്ഞായാർഭഗവത്സല യേഷാ കില തം ബദ്ധും ദാംന അതദ്വീര്യ കോവിദാം. ഇനി ശ്ലോകം 13-14 ഒന്നിച്ച് വായിക്കാം. ന ചാന്തർന ബഹിര്യസ്യ ന പൂർവം നാഭിചാപരം പൂർവാപരം ബഹിശ്ചാന്തർ ജഗതോയോ ജഗച്ഛയാം തമ്മത്വാ ആത്മജമവ്യക്തം മർത്യലിംഗമധോക്ഷജം ഗോപികോ ഉലൂഖലേ ദാംന ബബന്ധ പ്രാകൃതം യഥാ. യസ്യ യാതൊരുത്തന്, യാതൊരു ഭഗവാനാണോ ന അന്തർ അന്തഹ ന ച അന്തഹ ന ബഹ് യസ്യ ന പൂർവം നാഭിചാപരം പൂർവ അപരം ബഹിഹി ച അന്തഹ ജഗതഃ യഹ ജഗച്ഛ യഹ തം മത്വാ ആത്മജം അവ്യക്തം മർത്തലിംഗം അധോക്ഷജം ഗോപിക ഉലൂഖലേ ദാംന ബബന്ധ പ്രാകൃതം യഥ. ഇപ്പൊ ഭഗവാന്റെ മഹത്വമറിയാത്ത യശോദ ഭഗവാനെ എന്ത് ചെയ്തു? ഉരലിൽ പിടിച്ചു കെട്ടുകയാണ്. അപ്പൊ എങ്ങനെയുള്ള ഭഗവാനാണ്? യസ്യ യാതൊരുത്തന് അന്തഹ നച ഉള്ള യാതൊന്നില്ല, അകമില്ല, ബഹിന ച പുറവുമില്ല, ന പൂർവം മുൻഭാഗവുമില്ല, അപരം ന ച പിൻഭാഗവുമില്ല. ഈശാവാസ്യമിതം സർവം എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞിരിക്കുകയാണ്. അകമൊന്നോ പുറമൊന്നോ മുകളൊന്നോ താഴെയൊന്നൊന്നുമില്ല, എല്ലായിടവും. യഹ യാതൊരുത്തൻ ജഗത് ജഗത്തും ജഗതഹ ലോകത്തിന്റെ പൂർവാപരം മുമ്പും അന്തം ഉള്ളിലും ബഹിഹി പുറത്തും അവ്യക്തം വ്യക്തമല്ലാത്തതും മർത്യലിംഗം മനുഷ്യലക്ഷണങ്ങളോട് കൂടിയവനും അധോക്ഷജം ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചവനുമായ തം അവനെ ആത്മജം പുത്രനെന്ന് മത്വ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഭഗവാൻ എന്നറിഞ്ഞൂടല്ലോ, ഇത് പുത്രനാണ്, സാക്ഷാൽ ഭഗവാൻ, ഈശാവാസ്യം ഇതം സർവം എങ്ങും നിറഞ്ഞിരിക്കുന്ന സർവവ്യാപിയായ ഭഗവാൻ, അകവും പുറവും ഒന്നുമില്ലാത്ത ഭഗവാൻ. ആ ഭഗവാനെ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണമായ ആ ഭഗവാനെ, അത് ബന്ധനമില്ലാത്ത ഭഗവാനെ ഉരലിൽ ബന്ധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു ഇവിടെ? അധോക്ഷജം ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചവ അവനെ ആത്മജം പുത്രൻ എന്ന് മത്വ വിചാരിച്ചിട്ട്. ഭഗവാൻ എന്നറിഞ്ഞൂടല്ലോ, പുത്രൻ എന്ന് വിചാരിച്ച് ഗോപിക യശോദ പ്രാകൃതം യഥ പ്രാകൃതനെ എന്ന പോലെ, സാധാരണക്കാരനെ എന്ന പോലെ ദാംന കയർ കൊണ്ട് ഉലൂഖലേ ഉരലിൽ ബബന്ധ ബന്ധിക്കുകയാണ്. ഉരലിൽ ബന്ധിക്കാനായിട്ട് കയറെടുത്ത് ഭഗവാനെ കെട്ടുകയാണ്. പക്ഷേ ഭഗവാനെ എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാനെ കെട്ടാൻ സാധിക്കുന്നു. അത് യശോദയ്ക്ക് അറിഞ്ഞൂടല്ലോ, തന്റെ പുത്രനാണെന്ന് വിചാരിച്ച് ഇതാ ഭഗവാനെ കെട്ടാൻ പോവുകയാണ്. നാചാന്തർന ബഹിര്യസ്യ ന പൂർവം നാഭിചാപരം പൂർവാപരം ബഹിശ്ചാന്തർ ജഗതോയോ ജഗശ്ചയാ തമ്മത്വാത്മജമവ്യക്തം മർത്യലിംഗമധോക്ഷജം ഗോപികോ ലൂഖലേ ദാംന ബബന്ധ പ്രാകൃതം യഥാ. ശ്ലോകം 15. തദ്ദാമ ബധ്യമാനസ്യ സ്വാർഭകസ്യ കൃതാകസഃ ദുംഗുലോനം അഭൂത്തേന സന്ധതേ അന്യശ്ച ഗോപികാം. പദച്ഛേദം. തത് ദാമ ബധ്യമാനസ്യ സ്വ അർഭകസ്യ കൃതാകസഃ ദ്വംഗുലോനം ദ്വംഗുല ഊനം ദ്വംഗുല ഊനം അതാണ് ദ്വംഗുലോനം. ദ്വ അങ്കുല ഊനം ദ്വംഗുലോ ഊനം അഭൂത് തേന സന്തതേ അന്യച്ച ഗോപിക. കൃതാകസഃ കുറ്റം ചെയ്തവനും
ബധ്യമാനസ്യ ബന്ധിക്കപ്പെടുന്നവനുമായ സ്വ അർഭകസ്യ തന്റെ കുട്ടിയെ ബന്ധിക്കാൻ തദ്ധാമ ആ കയർ ദങ്കുല ഊനം ദ്വ അങ്കുല ദ്വ എന്ന് വെച്ചാൽ 2, അങ്കുല എന്ന് വെച്ചാൽ വിരൽ, 2 വിരൽ നീളം കുറവ്. അപ്പോൾ ഒരു വലിയ കയറെടുത്ത് കൊണ്ടുവന്നു, ഭഗവാനെ ഉരലിൽ കെട്ടാൻ നോക്കി. അപ്പോൾ എന്താണ്, 2 വിരലിന്റെ നീളം ഊനം കുറവ്. അതാണ് ദങ്കുല ഊനം, 2 വിരൽ നീളം കുറവായിട്ട് ഭവിച്ചു. ഗോപിക യശോദ തേന അതോട് വേറെ ഒന്നിനെ സന്തതേ കൂട്ടിച്ചേർത്തു. അപ്പോ ഭഗവാനെ കെട്ടാൻ ഒരു വലിയ കയറെടുത്തോണ്ട് വന്നിട്ട് കെട്ടാൻ സാധിച്ചില്ല. അപ്പോഴുണ്ട് 2 അങ്കുലം, 2 വിരലിന്റെ നീളം കുറവ്. അപ്പൊ യശോദ എന്ത് ചെയ്തു, വേറെ ഒരു വലിയ കയറും കൂടെ ഏച്ചു കെട്ടി കൂട്ടിച്ചേർത്ത്. 15 തദ്ധാമബധ്യമാനസ്യ സ്വാർഭകസ്യ കൃതാകസ ദങ്കുലോനം അഭൂതേന സന്തതേന്യശ്ച ഗോപിക. ശ്ലോകം 16 യഥാസീത് തദപി ന്യൂനം തേനാന്യത് അഭിസന്തതേ തദപി ദങ്കുലം ന്യൂനം യത് ആദത്ത ബന്ധനം. യഥാ ആസീത് തത് അപി ന്യൂനം തേന അന്യത് അപി സന്തതേ തദപി ദങ്കുലം ന്യൂനം യത് ആദത്ത ബന്ധനം. തത് അപി അതും ദങ്കുലം ന്യൂനം 2 വിരൽ പോരാതെ രണ്ടാമതൊന്ന് കൂട്ടിച്ചേർത്തല്ലോ, അങ്ങനെ കൂട്ടിച്ചേർത്തപ്പോഴും വീണ്ടും 2 വിരൽ കുറവ്. യഥാസീത് എപ്പോൾ ഭവിച്ചുവോ അപ്പോൾ തേന അതിനോട് അന്യതപി മറ്റൊരു കയറിനെ കൂട്ടിച്ചേർത്തു, സന്തതെ യോജിപ്പിച്ചു. അപ്പോൾ ആദ്യം ഒന്ന്, അതിൽ വേറെ ഒന്ന് കയർ കൂട്ടിച്ചേർത്തു, അപ്പോഴും 2 അങ്കുലം കുറവ്, വീണ്ടും അടുത്ത ഒരു കയറും കൂടെ, ദങ്കുലം ന്യൂന 2 വിരൽ കുറവായി. യത്തത് ബന്ധനം ഏതേതോ ബന്ധന സാധനത്തെ ആദത്ത സ്വീകരിച്ചുവോ വീണ്ടും 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 കയറ് കൊണ്ടുവരാൻ പറഞ്ഞു. ഗോപികമാര് അവിടെ കിടന്ന കയറുകളും തുണികളും എല്ലാം വലിച്ചു കയറി കൊണ്ടുകൊടുത്തു. വീണ്ടും എന്ത് ചെയ്തു, അത് 2 വിരൽ കുറവ്. യഥാസീത് തദപി ന്യൂനം തേനാന്യത് അപി സന്തതേ തദപി ദങ്കുലം ന്യൂനം യദാദത്ത ബന്ധനം. ശ്ലോകം 17 ഏവം സ്വഗേഹധാമാനി യശോദാ സന്തത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാഭവത്. ഏവം സ്വഗേഹ ധാമാനി യശോദ സന്തതി അപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിത അഭവത്. ഏവം ഇപ്രകാരം സ്വഗേഹധാമാനി തന്റെ വീട്ടിലുള്ള കയറുകളെ സന്തതി അപി യോജിപ്പിക്കുന്നവൾ ആയിരുന്നുവെങ്കിലും യശോദ സുസ്മയന്തീനാം ചിരിക്കുന്നവരായ ഗോപീനാം ഗോപികളുടെ ഇടയിൽ സ്മയന്തി ചിരിക്കുന്നവളായി വിസ്മിത അത്ഭുതപ്പെടുന്നവളായി ഭവിച്ചു. അപ്പോൾ എത്ര കയറ് കൊണ്ടുവന്നിട്ടും 2 അങ്കുലം കുറവ്, 2 വിരൽ നീളം കുറവ്. അപ്പോൾ എന്ത് ചെയ്തു, ഗോപികൾ കളിയാക്കി ചിരിച്ചു. അപ്പോ യശോദയ്ക്ക് സങ്കടവും ദേഷ്യവും ചിരിയും എല്ലാം വന്നു. എത്ര കയർ യോജിപ്പിച്ചാലും 2 വിരൽ കുറയാതെ വന്നപ്പോൾ ആകെ യശോദയ്ക്ക് വിഷമമായി. അപ്പോ തന്റെ അമ്മ ഈ വിധം ദുഃഖിക്കുന്നത് കണ്ട് ഭഗവാന് കരുണ തോന്നുകയാണ്. അത് അടുത്ത ശ്ലോകത്തിൽ. ശ്ലോകം 17 ഏവം സ്വഗേഹധാമാനി യശോദാ സന്തത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാഭവത്. ശ്ലോകം 18 സ്വമാദോസിന്നഗാത്രായ വിസ്രസ്ത കപരസ്രജ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാസീത് സ്വബന്ധനേ. സ്വമാതുഃ സിന്നഗാത്രായ വിസ്രസ്ത കപരസ്രജഃ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണഃ കൃപയാ ആസീത് സ്വബന്ധനേ. സിന്നഗാത്രായ വിയർത്ത ദേഹത്തോടും വിസ്രസ്ത കപരസ്രജം അഴിഞ്ഞ തലമുടിയിൽ നിന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന മാലയോടും കൂടിയ സ്വമാതു
അതായത് കയറെടുത്ത് വീണ്ടും കെട്ടി കെട്ടി വന്നപ്പോൾ യശോദ തളർന്നു. പിന്നെ മുടിയൊക്കെ അഴിഞ്ഞു, മുടിയിൽ ചൂടിയിരുന്ന പൂവൊക്കെ വെളിയിൽ പോയി. അങ്ങനെയുള്ള തൻ്റെ അമ്മയുടെ പരിശ്രമം, ആ ദുഃഖത്തെ ദൃഷ്ടുവ കണ്ടിട്ട് കൃഷ്ണൻ കൃപയാ കരുണയോടുകൂടി സ്വബന്ധനെ തൻ്റെ ബന്ധനത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണന് കരുണ തോന്നി, തനിക്ക് കെട്ടാൻ അമ്മയെ സഹായിച്ചു, അല്ലെങ്കിൽ കെട്ടാൻ നിന്നുകൊടുത്തു. ഭഗവാൻ വിചാരിച്ചാലേ ഇതെല്ലാം നടക്കുകയുള്ളൂ. അപ്പൊ എന്ത് കാര്യം നമ്മൾ വിചാരിച്ചാലും നടക്കൂല, ഭഗവാനും കൂടെ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. ഇത്രയും കയർ കൊണ്ടുവന്ന് കെട്ടാൻ നോക്കിയിട്ടും ഭഗവാനെ കെട്ടാൻ സാധിച്ചില്ല. അപ്പോൾ എന്നിട്ട് ഭഗവാൻ വിചാരിച്ചു, അയ്യോ അമ്മയുടെ കാര്യം കഷ്ടം തന്നെ എന്ന് വിചാരിച്ച് ഭഗവാൻ നിന്നുകൊടുത്തപ്പോഴാണ് കെട്ടാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് യശോദയ്ക്ക് കെട്ടാൻ സാധിക്കാത്തത്? യശോദയുടെ മനസ്സിൽ ദോഷമുണ്ടായിരുന്നു. എന്താണ്? മമത. ഇത് എൻ്റെ മകനാണ് എന്നുള്ള അധികാരം, ഇവൻ കുറ്റം ചെയ്തവനാണ്, ഞാനിവിടെ ഇവനെ കെട്ടും, അപ്പോൾ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവം യശോദയ്ക്ക് ഉണ്ടായിരുന്നു. ഇവൻ എൻ്റെ പുത്രനായതുകൊണ്ട് എനിക്ക് അധീനനാണ്. ഇവൻ പാത്രം മുടക്കുക മുതലായവ ചെയ്തല്ലോ, അപ്പോൾ ഇവൻ അപരാധവും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കണം. അപ്പോൾ ശിക്ഷിക്കണമെന്ന് മനസ്സിൽ, ഭഗവാനെ ശിക്ഷിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. പിന്നെ മമതാബന്ധു, എൻ്റെ പുത്രനാണ് എന്നുള്ള ഒരു ദോഷവും യശോദയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദോഷത്തിൽ മാത്രമേ യശോദയുടെ ശ്രദ്ധ പോയുള്ളൂ, ഭഗവാനിലേക്ക് തിരിഞ്ഞില്ല. അപ്പോൾ അവസാനമായപ്പോഴോ തനിക്ക് കെട്ടാൻ പറ്റാതെ വന്നപ്പോൾ യശോദയ്ക്ക് ഭക്തി ഉണ്ടായി, ഭഗവാനെ ഓർമ്മിച്ചു. അല്ലയോ ഭഗവാനെ, എന്താണ് എനിക്കിങ്ങനെ സാധിക്കാത്തതെന്ന് ചിന്തിച്ചപ്പോഴാണ് ഭഗവാന് കാരുണ്യം തോന്നി നിന്നുകൊടുത്തത് കെട്ടാൻ. ശ്ലോകം 18. സ്വമാധോസിന്നഗാത്രായ വിസ്രസ്ത കപരസ്രജ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാസി സ്വബന്ധനേ. ശ്ലോകം 19. ഏവം സന്ദർശിതാഹ്യംഗ ഹരിണ ഭൃത്യവശ്യത സ്വവശേനാഭി കൃഷ്ണേന യസ്യേദം സേശ്വരം വശേ. അംഗ, ഹേ പൂജ്യം, ഏവം ഇപ്രകാരം സ്വവശേന അഭി സ്വതന്ത്രനായിരിക്കുന്നുവെങ്കിലും ഹരിണ ഭക്തന്മാരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവനായ ഹരിക്കുന്നവനായ കൃഷ്ണേന കൃഷ്ണനാൽ ഭൃത്യവശത, ഭൃത്യന് വശനെന്നുള്ള അവസ്ഥ. അപ്പോൾ തൻ്റെ ദാസന് ദാസോഹ്യം എന്ന് ഭഗവാൻ പറയുമല്ലേ, ദാസന്റെ ദാസനാണ് ഞാനെന്ന് പറയും. അപ്പോൾ തൻ്റെ ദാസന് ഭൃത്യന് വശനെന്നുള്ള അവസ്ഥ സന്ദർശിത, നന്നായി കാണിക്കപ്പെട്ടു. സേ ഈശ്വരം, ഈശ്വരന്മാരോടുകൂടി ഇതം ഈ ലോകം യസ്യ ഏതൊരുതിൻ്റെ വശേ അധീനത്തിലിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും അധീനതയിലിരിക്കുന്ന ആ ഭഗവാൻ, എല്ലാത്തിൻ്റെയും മൂലകാരണമായ ആ ഭഗവാൻ തൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് കരുണ തോന്നി ആ കെട്ടാൻ നിന്നുകൊടുത്തു. അപ്പോൾ ഭഗവാൻ ഈ ലോകം മുഴുവനും യാതൊരുവന്റെ അധീനത്തിലിരിക്കുന്നുവോ അവന് അസ്വാതന്ത്ര്യം എങ്ങനെ ഭവിക്കാനാണ്? ഒരിക്കലും ഭവിക്കുകയില്ല. നിത്യം സ്വതന്ത്രനാണെങ്കിലും ഭക്തന്മാർക്ക് അധീനനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ അങ്ങ് കെട്ടാൻ നിന്നുകൊടുത്തു. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭഗവാനെ കെട്ടാൻ സാധിക്കുമോ? എങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാനെ ആർക്കെങ്കിലും ബന്ധിക്കാൻ സാധിക്കുമോ? പക്ഷെ അമ്മയുടെ കഷ്ടപ്പാട് കണ്ട്, തൻ്റെ ഭക്തന്മാരുടെ കഷ്ടപ്പാട് കണ്ടാൽ ഭഗവാന്റെ ഹൃദയം അലിയും. ശ്ലോകം 19. ഏവം സന്ദർശിതാഹ്യംഗ കരുണാഭൃത്യവശ്യത സ്വവശേനാഭി കൃഷ്ണേന യസ്യേദം സേ ഈശ്വരം വശേ. സേശ്വരം, സ ഈശ്വരം, അതാണ് സേശ്വരം. ശ്ലോകം 20. നേമം വിരിഞ്ചോ നഭവോ ന ശ്രീരപ്യംഗ സംശ്രയ പ്രസാദം ലേഭിരേ ഗോപി യത്തത് പ്രാപ വിമുക്തിദാത്. ഗോപി യശോദ വിമുക്തിദാത്, മോക്ഷത്തെ അല്ല, ആദ്യം പദച്ഛേദം പറഞ്ഞില്ല. ന ഇമം വിരിഞ്ചഹ ന ഭവഹ ന ശ്രീഹി അപി അംഗ സംശ്രയ. ശ്രീഹി അപി അംഗ സംശ്രയ പ്രസാദം ലേഭിരേ ഗോപി യത്തത് യത് തത് പ്രാപ വിമുക്തിദാത്. ഗോപി യശോദ വിമുക്തിദാത്, മോക്ഷത്തെ നൽകുന്നവനിൽ നിന്ന്
യത് പ്രസാദം, യാതൊരു പ്രസാദത്തെ പ്രാപിച്ചുവോ തദിമം, ഈ പ്രസാദത്തെ, ഭഗവാന്റെ പ്രസാദം, ഭഗവാന്റെ കരുണ യശോദയിൽ പതിച്ചു. പ്രസാദത്തെ വിരിഞ്ചഹ ബ്രഹ്മാവും ഭവഹ ശിവനും അംഗസംശ്രയ ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്ന ശ്രീഭി അഭി ശ്രീദേവി കൂടി, ഭഗവാന്റെ മാരണത്തിലാണ് ശ്രീദേവിയുടെ സ്ഥാനം, ശ്രീദേവി പോലും ഞാൻ ലേഭിരെ പ്രാപിച്ചിട്ടില്ല. അപ്പോൾ യശോദയ്ക്ക് കിട്ടിയ ഭാഗ്യം ബ്രഹ്മാവിനോ ശിവനോ എന്തിന് ഭഗവാന്റെ മാരണത്തിലിരിക്കുന്ന ശ്രീദേവിക്ക് പോലും സിദ്ധിച്ചിട്ടില്ല. അപ്പം അത്രയും ഭാഗ്യമുള്ളവളാണ് യശോദ. എന്ന തപം ചെയ്തേന യശോദ, എന്ന തപം ചെയ്തേന യശോദ. എന്തോന്ന് തപസ്സാണ്, എന്തോന്ന് പുണ്യമാണ് യശോദ ചെയ്തെന്ന് അറിഞ്ഞുകൂടാ. നേമം വിരിഞ്ചോ നഭവോ ന ശ്രീറപ്യംഗ സംശ്രയ പ്രസാദം ലേഭിരേ ഗോപി യത്തത് പ്രാപ വിമുക്തിദാ. ശ്ലോകം 21. ന്യായം സുഖാപോ ഭഗവാൻ ദേഹിനാം ഗോപികാസുതഃ ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാ ഭക്തി മതാമിഹാം. പദച്ഛേദം. ന അയം സുഖ ആപക ഭഗവാൻ ദേഹിനാം ഗോപികാസുതഃ ജ്ഞാനിനാം ച ആത്മഭൂതാനാം യഥാ ഭക്തിമതാം ഇഹ. ന്യായം സുഖാപോ ഭഗവാൻ, അയം ഭഗവാൻ ഗോപികാസുതഃ, ഈ ഭഗവാനായ ഗോപികയുടെ പുത്രൻ, അതായത് യശോദയുടെ പുത്രൻ, ഇഹ ഈ സംസാരത്തിൽ ഭക്തിമതാം യഥ ഭക്തിയുള്ളവർക്ക് എന്ന പോലെ ആത്മഭൂതാനാം ആത്മാവായി ഭവിച്ചവരായ ജ്ഞാനിനാം ജ്ഞാനികൾക്കും ദേഹിനാം ദേഹാഭിമാനമുള്ളവർക്കും സുഖാപാന സുഖമായിട്ട് പ്രാപിക്കാൻ കഴിയുന്നവൻ അല്ല. അപ്പോ ഗോപിയുടെ പുത്രനായിട്ട് ഭഗവാൻ ജനിച്ചത് ഗോപിയുടെ ഭക്തി വിശേഷം കൊണ്ടാണ്, അല്ലെങ്കിൽ യശോദയുടെ ഭാഗ്യം കൊണ്ടാണ്. ഭഗവാനെ ഭക്തിയില്ലാതെ നിർവ്യാജ ഭക്തി യുക്തന്മാർ ഏത് വിധം ക്ലേശം കൂടാതെ സുഖമായി പ്രാപിക്കുന്നുവോ ആ വിധം സംസാരത്തിലുള്ള ദേഹാഭിമാനികൾക്ക് തപസ് മുതലായവ കൊണ്ട് പ്രാപിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഭക്തിയുള്ളവർക്ക് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗോപികയുടെ മഹാഭാഗ്യമാണ്. അഹോഭാഗ്യം അഹോഭാഗ്യം, ഭാഗ്യം തന്നെയാണ്, യശോദയുടെ ഭാഗ്യം തന്നെയാണ് പുത്രനായി ജനിച്ചത്. എന്നാൽ മറ്റുള്ളവർക്കാണെങ്കിൽ യോഗാവസ്ഥയിലുള്ളവർക്ക് പോലും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ സാധാരണ ഒരു സ്ത്രീയായ യശോദയ്ക്ക് അത് സാധിക്കുന്നു. അത് അതിശയം തന്നെയാണ്. ശ്ലോകം 21. ന്യായം സുഖാപോ ഭഗവാൻ ദേഹിനാം ഗോപികാസുത ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാ ഭക്തിമതാമിഹാം. ശ്ലോകം 22. കൃഷ്ണസ്തു ഗൃഹകൃത്യേഷു വ്യഗ്രയാം മാതരി പ്രഭോ അദ്രാക്ഷീത് അർജുനൗ പൂർവം ഗുഹ്യഗൗ ധനതാത്മജൗ. കൃഷ്ണഃ തു ഗൃഹകൃത്യേഷു വ്യഗ്രതാം മാതരി പ്രഭു അദ്രാക്ഷീത് അർജുനൗ പൂർവം ഗുഹ്യഗൗ ധനത ആത്മജൗ. മാതരി അമ്മ ഗൃഹകൃത്യേഷു വീട്ടുപണികൾ വ്യഗ്രായ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ യശോദ എന്ത് ചെയ്തു? ഭഗവാനെ ഉരലിൽ കെട്ടിയിട്ട് വീട്ടുജോലികൾ ചെയ്യാൻ പോയി. അപ്പോൾ പ്രഭു സമർത്ഥനായ കൃഷ്ണൻ എന്ത് ചെയ്തു? എല്ലാ മഹാത്മ്യവുമുള്ള സർവവ്യാപിയായ ഭഗവാൻ എന്ത് ചെയ്തു? പൂർവം മുൻജന്മത്തിൽ ധനതാത്മജോ കുബേരന്റെ പുത്രന്മാരും ഗുഹ്യകവും യക്ഷന്മാരുമായിരുന്ന അർജുനവും 2 അർജുന വൃക്ഷങ്ങളെ അദ്രാക്ഷി കണ്ടു. ഇപ്പൊ ഭഗവാൻ നോക്കിയപ്പോൾ ഗോകുലത്തിന്റെ വെളിയില് 2 അർജുന വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ടു. അതാരാണ്? കുബേരന്റെ പുത്രന്മാരായ 2 യക്ഷന്മാരായിരുന്നു. അവർ ഒരിക്കല്
മദ്യമൊക്കെ കഴിച്ച് സ്ത്രീകളുമായിട്ട് ഒരു നദിയിൽ കുളിക്കുകയായിരുന്നു. അപ്പോൾ ആ വഴി നാരദൻ വന്നു. നാരദൻ വന്നപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തു? ഈ സ്ത്രീകളൊക്കെ പെട്ടെന്ന് വസ്ത്രം കൊടുത്ത് കരയിൽ കയറി. പക്ഷേ ഈ നളകുബരന്മാർ കയറിയില്ല. നളകുബരനും മണിഗ്രീവനും എന്നാണ് കുബേരന്റെ 2 പുത്രന്മാരുടെ പേര്. അപ്പോൾ അവരെ എന്ത് ചെയ്തു? നിങ്ങൾ മരുത്തുമരങ്ങളായിട്ട് തീരട്ടെ എന്ന് നാരദൻ ശപിച്ചു. എന്നിട്ട് ഭഗവാന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മോക്ഷവും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഇവിടെ ഈ ഗോകുലത്തിൽ മരുത്തുമരങ്ങളായി, അർജുന വൃക്ഷങ്ങളായി നിൽക്കുകയായിരുന്നു. അപ്പൊ ഭഗവാന്റെ മറ്റൊരു ലീലയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഭഗവാന് എന്തും ചെയ്യാൻ സാധിക്കും. ശ്ലോകം 22. കൃഷ്ണസ്തു ഗൃഹകൃത്യേഷു വിഗ്രായാമാദരി പ്രഭോ അദ്രാക്ഷീത് അർജുന പൂർവം ഗുഹ്യഗൗതനതാത്മജോ. ശ്ലോകം 23. പുരാ നാരദശാപേന വൃക്ഷതാം പ്രാപിതൗ മദാത് നളകൂപരമണിഗ്രീവാ ഇതി ഖ്യാതോ ശ്രിയാന്വിതൗ. പുരാ നാരദശാപേന വൃക്ഷതാം പ്രാപിതൗ മദാത് നളകൂപര മണിഗ്രീവൗ മണിഗ്രീവൗ ഇതി ഖ്യാതൗ ശ്രിയാന്വിത. പുര പണ്ട്, ഷിയ സമ്പത്തോട് അന്യത ചേർന്നവരും, നളകൂപര മണിഗ്രീവ അതായത് കുബേരന്റെ പുത്രന്മാരാണ്. നളകൂപരൻ എന്നും മണിഗ്രീവൻ എന്നും പേര് ഒരു യക്ഷന്മാരാണ്. ഇതിക്കാതോ പ്രസ്തരായ ഇവർ മതനിമിത്തം നാരദശാപേന നാരദന്റെ ശാപത്താൽ വൃക്ഷഭാവത്തെ പ്രാപിക്കപ്പെട്ടു. അപ്പോൾ കുബേര പുത്രന്മാർ 2 വൃക്ഷങ്ങളായി, മരുത്തുവൃക്ഷങ്ങളായി ഇവിടെ ഗോകുലത്തിൽ നിൽക്കുകയായിരുന്നു. ഐശ്വര്യം അധികമാകുമ്പോൾ മനുഷ്യർക്ക് മതം വർദ്ധിക്കും. വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? മഹാജനങ്ങളെ കാണുമ്പോൾ, നല്ല ആളുകളെ കാണുമ്പോൾ അവരെ നിരാകരിക്കും. അപ്പോൾ ഇവിടെ നാരദൻ വന്നപ്പോഴും അവർ നാരദനെ ശ്രദ്ധിച്ചതേയില്ല. അപ്പോൾ നല്ല ആളുകളെ ശ്രദ്ധിക്കാതിരുന്നാൽ അപ്പോൾ അതിന് തക്കവണ്ണം ഫലം കിട്ടണം. അഹങ്കാരം കൂടുമ്പോൾ അതിനുള്ള ഫലം കിട്ടണം. അപ്പം അങ്ങനെ മതാന്തരായ ഇവരെ നാരദൻ ശപിക്കുന്നു. അങ്ങനെ അവർക്ക് വൃക്ഷമായി മാറേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഉലൂഖല ബന്ധനം എന്നുള്ള ഒരു ലീലയാണ്. ഉലൂഖലം എന്ന് പറഞ്ഞാൽ ഉരലിൽ ദാമം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ഭഗവാനെ ദാമം കൊണ്ട്, കയർ കൊണ്ട് ഭഗവാന്റെ വയറ്റിൽ കെട്ടിയിട്ട് അതിനാണ് ഉരലിൽ കെട്ടിയത്. അപ്പോൾ ദാമം കൊണ്ട് വയറ്റിൽ ഉദരത്തിൽ കെട്ടിയത് കൊണ്ട് ദാമോദരൻ എന്ന് ഭഗവാന് പേര് കിട്ടി. അങ്ങനെയാണ് ഭഗവാന് ദാമോദരൻ എന്ന് പേര് കിട്ടിയത്. ദാമം കൊണ്ട് ഉദരത്തിൽ കെട്ടിയിരിക്കുന്നത് കൊണ്ട് ദാമോദരൻ. ദാമം യസ്യ ഉദരേ ഇത് ദാമോദര. ആരുടെ ഉദരത്തിൽ ദാമമുണ്ടോ, കയറ് കെട്ടിയിരിക്കുന്നുവോ അവനാണ് ദാമോദരൻ. അങ്ങനെ ഭഗവാന് അടുത്തൊരു പേരും കൂടെ കിട്ടുകയാണ്. ദാമോദരൻ എന്ന പേര് കിട്ടി. അപ്പോൾ ഇനി ഈ കഥയുടെ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ താമസ നിരോധന നിരൂപണ പ്രകരണേ ഗോപീപ്രസാദോ നാമ നവമോധ്യായഃ സമ്പൂർണം. പ്രത്യക്ഷശീലുദ്ധിതരായി കൈകഴുകി ഭദ്രദീപം കത്തിച്ചുടൻ കട്ടസൈ കടഞ്ഞിടുമ്പോൾ ആമോദമോടമ്പാടി പെൺകീടങ്ങൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.